മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് അസഖ്യമായ ദുഃഖത്തോടും പശ്ചാത്താപത്തോടും കൂടി തല താഴ്ത്തിയിരുന്നപ്പോൾ വ്യാസാചാര്യൻ അദ്ദേഹത്തെ പിന്നെയും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പാണ്ഡവശ്രേഷ്ഠ, അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെ, എന്നാൽ കുറച്ചുകൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചും വരാൻ പോകുന്നതിനെ വിചാരിച്ചു ഭയപ്പെട്ടും വർത്തമാനകാലത്തെ ധർമ്മത്തെ ഉപേക്ഷിക്കുന്നതിൽ പരം മൂഢത മറ്റൊന്നും തന്നെയില്ല. അങ്ങ് പ്രായോപവേശം ചെയ്ത് മരിച്ചതുകൊണ്ട് കഴിഞ്ഞുപോയ അനുഭവങ്ങൾ ഇല്ലാതാകാൻ പോകുന്നില്ല. ഭൂതഭാവികളെ മറന്ന് വർത്തമാനകാലത്ത് ആചരിക്കേണ്ട ധർമ്മത്തെ ആചരിക്കുന്നതാണ് വിവേകം. ഇപ്പോൾ അങ്ങ് ചെയ്യേണ്ട കൃത്യം ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത രാജ്യത്തെ നീതിപൂർവം ഭരിക്കുകയാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കൂടുതൽ അധർമ്മവുമാണ്. അതിനാൽ തൽക്കാലം മരിക്കാനൊന്നും ഒരുങ്ങേണ്ട. അങ്ങയുടെ ധർമ്മത്തെ ശരിക്ക് ആചരിക്കാൻ ശ്രമിക്കൂ. ഈ വിഷയത്തിൽ കൂടുതൽ ഉറപ്പ് കിട്ടാൻ വേണ്ടി ഞാനൊരു ഇതിഹാസത്തെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വ്യാസാചാര്യൻ മഹാജ്ഞാനിയായ അശ്മാവെന്ന ബ്രാഹ്മണനും മിഥില രാജാവും തമ്മിൽ നടന്ന സംവാദ സ്വരൂപമായ ഇതിഹാസത്തെ പറയാൻ തുടങ്ങി. യുധിഷ്ഠിര, ശ്രദ്ധിച്ചു കേൾക്കൂ. പണ്ടൊരിക്കൽ മിഥില രാജ്യാധിപനായ ജനകരാജാവും അങ്ങയെപ്പോലെ തന്നെ ദുഃഖിതനും പശ്ചാത്താപ വിവശനുമായി തീർന്നു. ആ സമയത്ത് അശ്മാവെന്ന ബ്രാഹ്മണനെ കാണാനിടയായി. വേദജ്ഞനും മഹാപ്രാജ്ഞനും വലിയ തപസ്വിയുമാണ് അശ്മാവ്. അദ്ദേഹത്തോട് തന്റെ ദുഃഖനിവൃത്തിക്കുള്ള മാർഗത്തെ അന്വേഷിച്ചു. അപ്പോൾ അശ്മാവ് ജനകനെ ഉപദേശിക്കാൻ തുടങ്ങി. വിദേഹ രാജാവേ, അങ്ങയ്ക്ക് എന്താണ് ദുഃഖകാരണം? ആരാണ് അങ്ങയെ ദുഃഖിപ്പിക്കുന്നത്? സംസാരത്തിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്കൊന്നും ആരും തന്നെ കർത്താവല്ല. ഭ്രമം കൊണ്ട് ചിലതിനൊക്കെ താൻ കർത്താവാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. ആ തെറ്റിദ്ധാരണയാണ് എല്ലാവരുടെയും ദുഃഖഹേതു. എല്ലാവരും ജനിക്കുന്നു, കുറച്ചുകാലം ജീവിക്കുന്നു, അനന്തരം മരിക്കുകയും ചെയ്യുന്നു. എപ്രകാരം ജനന മരണങ്ങൾക്ക് ആരും കർത്താവാകുന്നില്ലയോ, അതുപോലെ ജീവിതത്തിലെ നാനാതരത്തിലുള്ള അനുഭവങ്ങൾക്കും ആരും കർത്താവല്ല. വരുന്നതൊക്കെ ഓരോരുത്തരും അനുഭവിക്കുന്നു എന്നല്ലാതെ വരാത്തതിനെ വരുത്താനോ വന്നതിനെ അകറ്റാനോ ആർക്കും കഴിയില്ല. വർത്തമാനകാലത്ത് വന്നു ചേരുന്ന അനുഭവങ്ങളൊഴിച്ച് മറ്റൊന്നും ആർക്കും അറിഞ്ഞുകൂടാ എന്നതാണ് പരമാർത്ഥം. എങ്കിലും ശാസ്ത്രങ്ങൾ മാർഗദർശികളാണെന്ന് പറയാറുണ്ട്. ആപ്തന്മാരും വിവേകികളും ശാസ്ത്രങ്ങളെ വിശ്വസിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനെ വിശ്വസിക്കും? ഒന്നിനെയും വിശ്വസിക്കാതിരുന്നാൽ ഏതൊരടിസ്ഥാനത്തിൽ ജീവിക്കും? ജീവിതത്തിന് ഒരടിസ്ഥാനവുമില്ലെങ്കിൽ വിവേകം കൊണ്ടെന്ത് പ്രയോജനം? അതിനാൽ ശാസ്ത്രങ്ങളെ വിശ്വസിക്കുക തന്നെ വേണം. എങ്കിലും പരലോകത്തെ ആരും പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല, ഇല്ലെന്നതിന് തെളിവില്ല എന്ന് മാത്രമേ അതിനെ വിശ്വസിക്കാൻ പ്രമാണമായി നിൽക്കുന്നുള്ളൂ. സ്വർഗനരകങ്ങളും മറ്റു പരലോക അനുഭവങ്ങളുമൊക്കെ ശാസ്ത്ര നിർദ്ദേശപ്രകാരം വിശ്വസിക്കലാണ് സാധാരണ പതിവ്. അതിനേക്കാൾ സുഗമമായ മാർഗം വേറെ ഇല്ല താനും. മനസ്സിന്റെ ചഞ്ചലതയാണ് സുഖദുഃഖങ്ങൾക്കെല്ലാം ഹേതു. മനസ്സ് നിശ്ചലമായാൽ ഏതൊരു പ്രകാരത്തിലുള്ള സുഖദുഃഖങ്ങളും ഉണ്ടാവാൻ വയ്യ. സുഖദുഃഖങ്ങൾ പദാർത്ഥങ്ങളുടെയോ വ്യക്തിയുടെയോ ധർമ്മമല്ല, മനസ്സിന്റെ വൃത്തികളാണ്. വൃത്തികൾക്ക് ഹേതു ചഞ്ചലതയുമാണ്. അമ്മയച്ഛന്മാരും ബന്ധുക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വഴിയാത്രക്കാർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. അതിൽ കൂടുതലായി ധരിക്കുന്നത് വെറും ഭ്രമം മാത്രമാണ്. വ്യക്തി എന്നത് ആത്മാവാണ്. ആത്മാവ് ചൈതന്യവുമാണ്. ചൈതന്യത്തെ ഉപാസിച്ചറിയുന്നതോടെ എല്ലാ ഭ്രമങ്ങളും നീങ്ങും. എന്നാലും ധാർമ്മികമായ കർത്തവ്യങ്ങളെ എപ്പോഴും ഉപേക്ഷിക്കരുത്. ജ്ഞാനികളും കർത്തവ്യങ്ങളെ ആദരിക്കുന്നു. കർത്തവ്യ ആചരണം തന്നേക്കാൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അതുപേക്ഷിക്കാൻ പാടില്ലാത്തതുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഗാഢമായി ആലോചിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഭ്രമമോ ക്ലേശങ്ങളോ ഉണ്ടാവാൻ വയ്യ എന്നിങ്ങനെയുള്ള അശ്മാവിന്റെ ഉപദേശം ജനകനെ പെട്ടെന്ന് ദുഃഖവിമുക്തനും കർത്തവ്യനിരതനുമാക്കി തീർത്തു. യുധിഷ്ഠിര, അങ്ങും ഇതൊക്കെ കേട്ടുവല്ലോ. അങ്ങും മനസ്സിനെ അടക്കി വിദ്യാഭ്രമങ്ങൾക്ക് വിധേയനാകാതെ ശാന്തനും കർത്തവ്യനിരതനുമായി തീരൂ. വ്യാസാചാര്യൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും യുധിഷ്ഠിരന്റെ ഭാവത്തിന് പറയത്തക്ക മാറ്റമൊന്നും കണ്ടില്ല. അദ്ദേഹം പിന്നെയും അസ്വസ്ഥനായി തലയും താഴ്ത്തിയിരിക്കുകയാണ്.
അതുകൊണ്ട് അർജുനൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിച്ചു. ഞങ്ങൾക്ക് എപ്പോഴുമുള്ള ഏക ബന്ധു അങ്ങ് മാത്രമാണ്. അങ്ങ് വിചാരിച്ചാൽ മാത്രമേ ഇനി യുധിഷ്ഠിരനെ കർമ്മനിരതനാക്കാൻ കഴിയൂ. അതിനാൽ ഒട്ടും താമസിക്കാതെ തന്നെ അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങളെ കൊടുത്ത് ശാന്തനും കർത്തവ്യനിരതനുമാക്കി തീർക്കണം. എങ്കിലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ അർജുനന്റെ പ്രാർത്ഥനയെ കേട്ട ഭഗവാൻ താമസിക്കാതെ യുധിഷ്ഠിരന്റെ മുന്നിലേക്ക് നീങ്ങി. സ്നേഹഭാവത്തിൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. യുധിഷ്ഠിര, അങ്ങ് എത്ര തന്നെ ദുഃഖിച്ചാലും ആവലാതിപ്പെട്ടാലും മരിച്ചവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല. വ്യസനം അങ്ങയുടെ ശരീരത്തെ ശോഷിപ്പിക്കുമെന്ന് മാത്രമേ മെച്ചമുള്ളൂ. പിന്നെ ആരൊക്കെ മരിച്ചുവോ അവരെയൊക്കെ അങ്ങ് അവരുടെ ഗ്രഹത്തിൽ പോയി അകാരണമായി കൊന്നതല്ല. എല്ലാവരും പോർക്കളത്തിൽ വച്ചാണ് മരിച്ചത്. എല്ലാവരും യുദ്ധസന്നദ്ധരുമായിരുന്നു. എങ്കിലും യുദ്ധം ചെയ്തിട്ടല്ലേ എന്നാണെങ്കിൽ യുദ്ധം അനിവാര്യമായിരുന്നു. അങ്ങനെ അനിവാര്യമാക്കി തീർത്തത് അങ്ങല്ല താനും. ആ സ്ഥിതിക്ക് യുദ്ധത്തിൽ മരിച്ചവരെ പറ്റി അങ്ങക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അവരെക്കുറിച്ച് അങ്ങ് വ്യസനിക്കേണ്ടതുമില്ല. എങ്കിലും അവരുടെ ഗതിയെക്കുറിച്ച് അങ്ങേക്ക് അനുകമ്പയും പരിതാപവും ഉണ്ടെങ്കിൽ അതും ശരിയല്ല. അവർക്ക് ചീത്തഗതി ഉണ്ടായിട്ടില്ല. എല്ലാവരും വീരസ്വർഗപ്രാപ്തി നേടിയിരിക്കുകയാണ്. അതിനാൽ അങ്ങയുടെ ഇപ്പോഴത്തെ വ്യസനവും മൗഢ്യവും തികച്ചും അസ്ഥാനത്താണ്, ആവശ്യമില്ലാത്തതുമാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും അസംഖ്യം ജനങ്ങൾ ഒന്നിച്ചു മരിക്കാൻ ഇടയായി തീർന്നത് കഷ്ടമല്ലേ എന്നാണെങ്കിൽ ആരാണ് മരിക്കാത്തത്? ജനിച്ചവരൊക്കെ മരണത്തിന് അഭിമുഖമായിട്ടാണ് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സന്ദർഭം വരുമ്പോൾ മരണത്തെ കണ്ടുമുട്ടേണ്ടവരാണ്. പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ചെയ്തില്ലായിരുന്നുവെങ്കിലും യുദ്ധത്തിൽ മരിച്ചവരൊക്കെ മറ്റേതെങ്കിലും പ്രകാരത്തിൽ മരിക്കുമായിരുന്നു. യുദ്ധം കുറെ ആളുകളുടെ മരണത്തിന് നിമിത്ത കാരണമായി തീർന്നു എന്ന് മാത്രം. എത്രയോ പ്രഭാവശാലികളും മഹാന്മാരും കൂടി കാലമെത്തുമ്പോൾ മരിച്ചു പോകുന്നു. ജ്ഞാനികളും സിദ്ധന്മാരും തപസ്സികളും വലിയ ചക്രവർത്തിമാരുമെല്ലാം മരിക്കുന്നു. ആ സ്ഥിതിക്ക് സാധാരണക്കാരുടെ മരണത്തിൽ എന്താണ് അത്ഭുതം? എന്നിങ്ങനെ പലതും പറഞ്ഞ ശേഷം ഭഗവാൻ മരുത്തൻ തുടങ്ങി 16 രാജാക്കന്മാരുടെ ചരിത്രങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. അമാനുഷികങ്ങളും ദിവ്യങ്ങളുമാണ് അവരുടെ ചരിത്രങ്ങളെന്ന് പറയണം. സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അവരൊക്കെ ചെയ്തു. അതുപോലെ സാധാരണ മനുഷ്യർക്കുണ്ടാവാൻ വയ്യാത്ത പല സിദ്ധികളും അവർക്കുണ്ടാവുകയും ചെയ്തു. എന്നാൽ അങ്ങനെയുള്ള അവരും മരിച്ചുപോയി. ആ സ്ഥിതിക്ക് ആരാണ് മരിക്കാത്തത്? അങ്ങനെ എല്ലാവർക്കും നിയതവും അനിവാര്യവുമാണ് മരണമെന്നിരിക്കെ അതിനെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ വ്യസനിക്കുന്നത്? എപ്പോൾ മരിക്കുന്നു എന്നല്ല, മരിക്കുന്നത് വരെ എന്തു ചെയ്തുവെന്നാണ് നോക്കേണ്ടത്. യുധിഷ്ഠിര, അങ്ങും മരിക്കുമെന്ന് തീർച്ചയാണ്. എന്നാൽ അതുവരെ ധർമ്മത്തെ ആചരിക്കലാണ് വിവേകം. ധർമ്മം ആചരിക്കുന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് തന്നെയും എന്താണ് പ്രയോജനം? മരിച്ചവരൊക്കെ ധർമ്മത്തിന്റെ പേരിലാണ് മരിച്ചത്. ജീവിച്ചിരിക്കുന്ന അങ്ങും ധർമ്മത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കൂ. എന്നിങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനെ ഉത്ബുദ്ധനും കർമ്മനിരതനുമാക്കാൻ വളരെയേറെ ശ്രമിച്ചുവെങ്കിലും വേണ്ടത്ര പ്രയോജനപ്പെട്ടുവെന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹം പിന്നെയും ഒന്നും മിണ്ടാതെ അധോന്മുഖനായിരിക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ വ്യാസാചാര്യൻ വീണ്ടും ചിലത് പറയാൻ തുടങ്ങി. ധർമ്മത്തിന്റെ മഹിമകളെയും ധർമ്മം ആചരിക്കാതിരുന്നാലുള്ള ദോഷങ്ങളെയും അദ്ദേഹം വളരെ ചമൽക്കാരത്തോടുകൂടി ഉപന്യസിച്ചു. അനന്തരം യുദ്ധം കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് ധർമ്മഭ്രംശമോ അധർമ്മബാധയോ ഉണ്ടായിട്ടില്ലെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. ഉത്തമനായ ക്ഷത്രിയന്റെ ധർമ്മത്തെ ആചരിക്കുക മാത്രമേ യുധിഷ്ഠിരൻ ചെയ്തിട്ടുള്ളൂവെന്ന് യുക്തിപൂർവം വ്യാസാചാര്യൻ സ്പഷ്ടമാക്കി. തുടർന്ന് ധർമാധർമ്മങ്ങളുടെ സ്വരൂപങ്ങളും ക്ഷത്രിയന്റെ ധർമ്മവും ക്ഷത്രിയൻ ധർമ്മം ആചരിക്കാതിരുന്നാലുള്ള ദോഷവും വിവരിക്കപ്പെട്ടു. പാപപങ്കിലമായ അധർമ്മകൃത്യങ്ങളെയും അവയുടെ പ്രായച്ചിത്തങ്ങളെ കൂടിയും യുധിഷ്ഠിരന്റെ ചോദ്യത്തെ തുടർന്ന് അദ്ദേഹം വിവരിക്കുകയും ചെയ്തു. ഇങ്ങനെ വ്യാസാചാര്യൻ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ നകുലൻ, സഹദേവൻ, പാഞ്ചാലി തുടങ്ങിയ 3 പേരും വഴിക്ക് വഴിയായി ഇതേ കാര്യത്തെ തന്നെ പല പ്രകാരത്തിൽ പറയാൻ തുടങ്ങി. മഹാരാജാവേ, ത്യാഗം വളരെ നല്ലത് തന്നെ. എന്നാൽ ബാഹ്യമായ ത്യാഗം ത്യാഗമല്ല. വിഷയവൃത്തികൾ മനസ്സിൽ നിന്നാണ് നീങ്ങേണ്ടിയിരിക്കുന്നത്. അതാണ് ശരിയായ ത്യാഗം. യാദൃച്ഛികമായി സംസാരാനുഭവങ്ങളിൽ വെറുപ്പും വൈരാഗ്യവും വന്നു ചേർന്നവനെ ത്യാഗിയാകുന്നുള്ളൂ. ഉള്ളിൽ ലോഹം വച്ചുകൊണ്ട് പുറമേ കാണിക്കുന്ന ത്യാഗം ത്യാഗമല്ല. അതുകൊണ്ട് ആർക്കും നല്ല ഫലങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല.
രാജ്യലോഹം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ യുദ്ധം ചെയ്യാൻ ഇടയായത്. വനവാസകാലത്ത് ദ്വൈതവനത്തിൽ വച്ച് യുദ്ധത്തെക്കുറിച്ചും യുദ്ധാനന്തരമുണ്ടാകാൻ പോകുന്ന സുഖ അനുഭവങ്ങളെക്കുറിച്ചും അങ്ങ് തന്നെ പലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതും രാജ്യലോഹം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? എല്ലാം കഴിഞ്ഞ് നൗഷാദികൾക്കെന്ന പോലെ ഭൂമണ്ഡലം മുഴുവൻ അങ്ങേക്ക് സ്വാധീനമായപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് വന്നു ചേർന്ന ഐശ്വര്യത്തെ അനുഭവിക്കാതെ കാട്ടിലേക്ക് പോകുന്നുവെങ്കിൽ അത് താമസമായ നീചത്വമല്ലാതെ മറ്റെന്താണ്? ഭരിച്ചിരുന്ന രാജാക്കന്മാരെയൊക്കെ കൊന്നത് തനിക്ക് ഭരണകർത്താവാൻ വേണ്ടിയായിരുന്നില്ലേ? അതിനുള്ള സന്ദർഭം വന്നപ്പോൾ നാട്ടിനെ അരാജകമാക്കി തീർത്ത് കാട്ടിലേക്ക് പോകുന്നതാണോ ക്ഷത്രിയധർമ്മം? ക്ഷത്രിയൻ പ്രജകളെ പരിപാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് പരിപാലിക്കാനാണ്? ജനങ്ങൾ ചെയ്യുന്ന അധർമ്മങ്ങൾക്കൊക്കെ നാട് ഭരിക്കുന്ന രാജാവല്ലേ ഉത്തരവാദി? അതൊന്നും ആലോചിക്കാതെ കാട്ടിലേക്ക് പോകുന്നുവെങ്കിൽ ആ ക്ഷത്രിയന് നരകമല്ലാതെ മറ്റെന്താണ് ഗതി? തപസ്സും ബ്രഹ്മനിഷ്ഠയുമൊക്കെ ബ്രാഹ്മണന്റെ ധർമ്മങ്ങളാണ്, അവരാണ് ചെയ്യേണ്ടത്. ക്ഷത്രിയൻ ധർമ്മപരിപാലനമാണ് ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റൊന്നുകൊണ്ടും ക്ഷത്രിയന് ഗതിയുണ്ടാകാൻ പോകുന്നില്ല. ധർമ്മപരിപാലനത്തിന് തപസ്സല്ല, പൗരുഷവും ധർമ്മബോധവുമാണ് ആവശ്യം. ഇതൊന്നും അങ്ങേക്കറിയാത്ത സംഗതികളല്ല, എങ്കിലും ഞങ്ങൾ പറയുന്നു എന്നേയുള്ളൂ. അതിനാൽ കാട്ടിലേക്ക് പോയി തപസ്സാചരിക്കലോ പരിവ്രാജകനായി ലോകം ചുറ്റി നടക്കലോ അല്ല, യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത രാജ്യത്തെ പരിപാലിക്കലാണ് കർത്തവ്യം. അത് ചെയ്യാതെ മറ്റെന്ത് ചെയ്യുന്നതും ധർമ്മമാവാൻ വയ്യ എന്നൊക്കെയാണ് അവർ 3 പേരും പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അങ്ങനെ അവർ 3 പേരും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ വീണ്ടും അർജുനൻ ചിലത് പറയാൻ തുടങ്ങി. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.